ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് എല്ലിക്കൽ. ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു 3 ടൂളാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അപ്പോൾ നമ്മളുടെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു കിടിലൻ ടൂളോ കാര്യങ്ങളൊന്നും അല്ല. ചെയ്യണ ആളുകൾക്ക് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. പക്ഷേ ഈ നിങ്ങളുടെ എക്സ്പെർട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ അടുത്ത് ഒരുപാട് ആളുകൾ ഡൗട്ട് ചോദിക്കുന്നുണ്ടാവുമല്ലോ. എല്ലാ ദിവസവും ഓരോ ആളുകൾ, പുതിയ ആളുകൾ ഡൗട്ട് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് നിങ്ങൾക്കിത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബിഗിനേഴ്സ് അപ്സ്റ്റോക്കാണ് ഞാനത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ അപ്സ്റ്റോക്കിൻ്റെ ആപ്പ് എന്ന് പറഞ്ഞാൽ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. പുതിയതായിട്ട് ഒരാൾക്ക് ഒരു ഇത് പഠിക്കാനും ഇത് ചെയ്യാനും വാട്സപ്പ് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് പോയി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഫെഡറൽ ബാങ്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഫെഡറൽ ബാങ്ക് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ കണ്ണും പൂട്ടി ഈ ഒരു സ്റ്റോക്ക് വാങ്ങാനൊക്കെ എന്തുകൊണ്ടും നല്ലതാണ്. നമ്മൾ കുറച്ച് ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ ഞാനിത് ഇതിപ്പോൾ ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കുറച്ച് ഒരു 3 ടൂള് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് കാണിക്കുക. ഇവിടെ ഒരു ഗ്രാഫ് കാണാം. ഇത് വോളിയം ചാർട്ടാണ്. ഇത് MACD ആണ്. ഇവിടെ ഒരു 20 മൂവിങ് ആവറേജും ഉണ്ട്, ഒരു 5 മൂവിങ് ആവറേജും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉപയോഗം എന്താണെന്ന് പറയും. ആദ്യം നമുക്കിതൊന്ന് ആദ്യം മുതൽ ചെയ്യാം. ഇതെങ്ങനെയാണിത് പ്ലേസ് ചെയ്യാമെന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഞാനിപ്പോൾ എല്ലാം ഡിസേബിൾ ചെയ്യാണ്. ഈ എന്ന് കാണിക്കുന്നത് സ്ക്രീൻ റെക്കോർഡർ കേട്ടോ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, ഇപ്പോൾ എല്ലാം പോയി. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ചാർട്ടാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ 7-ാം തീയതി, കഴിഞ്ഞ വെള്ളിയാഴ്ച 7-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലസ് സൈൻ ഉണ്ടോ കർസർ, നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായേനെ. ഇവിടെ പ്രൈസ് കൺസോളിഡേറ്റ് ആയിട്ടുണ്ട്. ഈവൻ ഇവിടെ ഒരു എൻട്രി എടുത്തെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയേനെ. പക്ഷേ നമുക്കൊരു ദിവസം അവസാനിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇവിടെ പ്രോഫിറ്റ് ഇട്ടെങ്കിൽ ഇവിടെ നല്ല പ്രോഫിറ്റ് ഉണ്ടായേനെ, ഇവിടെ എൻട്രി എടുത്തെങ്കിന്ന്. പക്ഷേ നമ്മൾ ട്രേഡിങ് സമയത്ത് എങ്ങനെയാണ്? ട്രേഡിങ് സമയത്ത് ഓരോ ക്യാൻഡിൽ ഇങ്ങനെ ഫോം ആവുന്നു നമുക്കറിയില്ല ഇത് മുകളിലേക്ക് ഇതാണെന്ന്. ഒരു ദിവസം തീരുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഇത് എപ്പോഴാണ് ഒരു ഇൻട്രാഡേ ആണെങ്കിലും നിങ്ങളൊരു സ്വിംഗ് ട്രേഡ് ആണെങ്കിലും ഈവൻ നിങ്ങൾ ലോങ് പോവുകയാണെങ്കിൽ തന്നെയും നല്ലൊരു താഴ്ന്ന് നിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ അത് വില കൂടുമ്പോൾ വിൽക്കുന്നതാണല്ലോ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഒരു താഴ്ന്നൊരു പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കും, അത് ഇനി പ്രൈസ് മുകളിലേക്ക് പോകണം എങ്ങനെയാണൊക്കെ അറിയാനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ടൂളിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വോളിയം ചാർട്ട് ഇതിൽ പ്ലേസ് ചെയ്യാം. വോളിയം ചാർട്ട് വന്നിട്ടുണ്ട്. ഈ വോളിയം ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സമയത്ത് എത്ര മാത്രം ഷെയർ വിനിമയം ചെയ്തു, എത്ര ട്രാൻസാക്ഷൻ നടന്നു എന്നാണ് വോളിയം ചാർട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 2 കാര്യം കൊണ്ട് വോളിയം കൂടാം. ഒരേ സമയം തന്നെ ഒരുപാട് ആളുകൾ ഈ അവരുടെ കയ്യിലുള്ള ഷെയർ വിൽക്കുമ്പോൾ വോളിയം കൂടും. അതുപോലെ തന്നെ ഒരുപാട് നല്ല അപ്പോൾ എന്താ സംഭവിക്കണം? അപ്പോൾ പ്രൈസ് താഴേക്ക് പോകും. പ്രൈസ് മുകളിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഒരേ സമയം ഒരുപാട് ആളുകൾ ഒരു പർട്ടിക്കുലർ ഷെയർ വാങ്ങുമ്പോൾ അതിൻ്റെ വില മുകളിലേക്ക് പോകും, വോളിയം കൂടുകയും ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയത്ത് നല്ലൊരു വോളിയം ഉണ്ട്, പ്രൈസ് മുകളിലേക്ക് പോയി, വോളിയം കൂടി. ഇവിടെ പ്രൈസ് കൺസോളിഡേറ്റ് ആയി, ഇവിടെ പ്രത്യേകിച്ച് വോളിയം ഒന്നും കാണാനില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു വോളിയത്തിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഗ്രാഫിൻ്റെ മുകളിൽ പോകുമ്പോൾ ഒരു ഗ്രാഫിന് നമ്മളൊരു ആവറേജ് ലൈനായിട്ട് കണക്കാക്കിയിട്ട് ആ ഗ്രാഫിൻ്റെ മുകളിൽ പോകുമ്പോൾ ഈ വോളിയം കൂടിയെന്നും ഗ്രാഫിൻ്റെ താഴെയാണെങ്കിൽ വോളിയം കുറവാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു മൂവിങ് ആവറേജ് എന്നുള്ളൊരു ടൂൾ നമ്മൾ ഇവിടെ
പ്ലേസ് ചെയ്യാൻ പോണ്. മൂവിങ് ആവറേജ് പ്ലേസ് ചെയ്യുമ്പോൾ സാധാരണ ഈ പ്രൈസിൻ്റെ മുകളിലാണ് വരുന്നത്. നമുക്കതിപ്പോൾ വേണ്ടത് വോളിയത്തിൻ്റെ താഴെയാണ്. അപ്പോൾ ഈ മൂവിങ് ആവറേജിൽ നിന്ന് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു 10 ആക്കുക ഇൻ്റർവെല്ല്. അതിനുശേഷം ഈ ക്ലോസ് എന്നുള്ള ഇത് എഡിറ്റ് ചെയ്തതിന് ശേഷം വോളിയം ആക്കുക. കളർ അത് തന്നെ മതി. ഡൺ കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു നമുക്കൊരു റെഫറൻസായിട്ടൊരു ലൈൻ കിട്ടി. ആ ലൈനിൻ്റെ താഴെ പോകുമ്പോൾ ഈ ഒരു ഇപ്പോൾ എന്താ കർസർ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഇതാണ് നമ്മളൊരു ആവറേജ് ആയിട്ടുള്ളൊരു നമ്മളൊരു ഗ്രാഫ്. ഇതിൻ്റെ താഴെ ഇതിൻ്റെ വോളിയം കുറവാണ്. എന്നാൽ ഇവിടെയൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വോളിയം നല്ല കൂടുതലാണ്, പ്രൈസും കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒരു അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വോളിയം ഇങ്ങനെയാണ് നമ്മൾ വോളിയത്തെ നമ്മൾ ട്രേഡായിട്ട് നമ്മൾ കണക്ട് ചെയ്യണത്. ഇവിടുത്തെ ഒരു 10 ആണ് നമ്മൾ ഇൻ്റർവെല്ലിൽ കണക്കാക്കിയത്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ താഴെയാണ് വോളിയം എങ്കിൽ അപ്പോൾ ഒരു നല്ലൊരു മൂവ്മെൻ്റ് ഇല്ല. ഈ ലൈനിൻ്റെ മുകളിലാണെങ്കിൽ നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ടൂളാണ് മൂവിങ് ആവറേജ് 20 മൂവിങ് ആവറേജ് 5 മൂവിങ് ആവറേജ് ക്രോസ് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മളൊരു മൂവിങ് ആവറേജ് ഇവിടെ പ്ലേസ് ചെയ്യാണ്. 2 എണ്ണം പ്ലേസ് ചെയ്യാണ്. ഇപ്പോൾ ഈ പ്രൈസിൻ്റെ മുകളിൽ 2 മൂവിങ് ആവറേജ് വന്നിട്ടുണ്ട്. 50 മൂവിങ് ആവറേജാണ് വന്നത്. നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് ഒരെണ്ണം 20 ആക്കും. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. പിന്നെ ഒരു മൂവിങ് ആവറേജ് ഉള്ളത് വീണ്ടും 50ആണ്. 2 50ആണ് നമ്മൾ ആഡ് ചെയ്തത്. അതിനെ നമ്മൾ 5 ആക്കും. ഇതിൻ്റെ കളറൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഗ്രീൻ ആക്കും. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം നമ്മളോട് കാണുന്നത് ഈ റെഡ് എന്ന് പറയുന്നത് 20 SMA ആണ്. 20 മൂവിങ് ആവറേജ് ആണ്. 5 എന്ന് പറയുന്നത് ഈ ഗ്രീൻ എന്ന് പറയുന്നത് 5 മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഈ റെഡ് 20 മൂവിങ് ആവറേജിനെ ഈ ഗ്രീൻ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നത് അവിടെ നല്ല അപ് ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് ഈ ഒരു പോയിൻ്റ് ഇതിൻ്റെ എക്സ് ആക്സസിൽ വിലയും വൈ ആക്സസിൽ അതിൻ്റെ ടൈമും കാണിക്കും. ഏകദേശം 9:20 ആയപ്പോൾ ഈ റെഡ് ലൈന് 20 SMA 5 SMA ക്രോസ് ചെയ്ത് അപ്പോൾ നല്ലൊരു അപ് ട്രെൻഡാണ് ഉണ്ടായത്. അതുപോലെ തന്നെ വീണ്ടും നമുക്കിവിടെ സാധനം കാണാൻ സാധിക്കും. ഇപ്പോൾ കർസർ ഞാൻ വെക്കാം. ഇപ്പോൾ ഒരു 14:25 53 ഉണ്ടായ ഒരു പ്രൈസ് എപ്പോഴാണ് നമ്മളുടെ ഈ റെഡ് 20 SMA ഗ്രീൻ എന്ന് പറയാൻ 5 SMA ക്രോസ് ചെയ്തത്, പിന്നെ പ്രൈസ് മുകളിലേക്ക് മാത്രമാണ് പോയിട്ടുള്ളൂ. അതിൻ്റെ അനുപാതികമായിട്ട് ഈ 5 മൂവിങ് ആവറേജ് ഇതിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു എക്സലൻറ്റ് ടൂളാണ്. ഇത് നമ്മൾ കണ്ണും പൂട്ടി പോകണമെങ്കിൽ നല്ലത്. കണ്ടോ, എപ്പോഴാണ് ഈ 20 SMA 5 SMA ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത് അവിടെ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അർത്ഥം. ഇനി വേറൊരു ടൂൾ കൂടി നമ്മൾ പഠിക്കാമെന്ന്. MACD എന്ന് പറഞ്ഞൊരു ടൂളാണ്. അത് വളരെ പവർഫുള്ളായിട്ടുള്ള ടൂളാണ്. നമ്മൾ സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, MACD. ഇത് ഞാൻ കുറച്ചും കൂടി ഒന്ന് സൈസ് കൂട്ടാണ് നമുക്ക് കാണാനായിട്ട് എളുപ്പത്തിന്. ഈ MACD മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈം. ഓക്കെ, ഈ MACDയുടെ നമ്മൾ സെറ്റിംഗ് ഒന്ന് നോക്കാം. MACD ഇവിടെ ഒന്ന് 8 ആക്കാം. ഇതിനുശേഷം MACD ലൈൻ എന്ന് പറയുന്നത് ബ്ലാക്കാണ് കേട്ടോ. ബ്ലാക്ക്, അത് ശ്രദ്ധിക്കണം. MACD ബ്ലാക്കാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ഈ റെഡ് ലൈനിനെ MACD ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അവിടെ അപ് ട്രെൻഡാണ്. ഇതാണ് ഇതിൻ്റെ സീറോ ലൈന്. ഇതിന് മുകളിലും താഴെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ ബെഞ്ച് മാർക്ക് സീറോ ലൈൻ. ഇതിൻ്റെ മുകളിലാണ് പ്ലസ്സും ഇതിൻ്റെ താഴെ മൈനസുമാണ്. അപ്പോൾ ഇത് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ റെഡ് ലൈന് MACD ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു അപ് ട്രെൻഡാണ്. അപ്പോൾ ഈ ഒരു സമയത്ത്
നോക്കാം ഇവിടെ. അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ ഈ MACD ഈ സത്യം പറഞ്ഞാൽ ഒരു ഒരു സ്ഥിരമായിട്ടൊരു ടൂള് ഇല്ല. നമ്മൾ നമുക്ക് അനുയോജ്യമായ 1-2 ടൂള് വെച്ച് അതിനെ സംയോജിപ്പിച്ചാണ് നമ്മളൊരു ട്രേഡ് എടുക്കേണ്ടത്. എപ്പോഴും ഒരു ടൂള് 100% വർക്കിംഗ് ആവും എന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ ടൂൾ മാത്രം പഠിച്ച എല്ലാ ആളുകളും പ്രോഫിറ്റ് എടുക്കണമല്ലോ. പക്ഷെ ഒരു ടൂള് നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു അത്രത്തോളം നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു ടൂളിൽ നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആവുകയും ചെയ്യും, എക്സ്പീരിയൻസ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ MACDയും വോളിയൂം ചാർട്ടും 20 SMA 5 SMA ഇതെല്ലാം സംയോജിപ്പിച്ചിട്ട് വേറൊരു ടൂൾ ഉപയോഗിച്ചെങ്കിൽ കൂടിയും അറ്റ്ലീസ്റ്റ് ഈ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് വീണ്ടും ഞാൻ കാര്യത്തിലേക്ക് വരാം. നമ്മൾ MACD പ്രകാരം ഈ ഒരു ബ്ലാക്ക് ലൈൻ, MACDയുടെ ബ്ലാക്ക് ലൈൻ റെഡ് ലൈന് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു 20 SMA 5 SMAനെ 20 SMAനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് പോസിറ്റീവാണ്, ഇവിടെയും നമുക്ക് പോസിറ്റീവാണ്. വോളിയം ചാർട്ടിൽ വോളിയം ഗ്രാഫ് ഓൾറെഡി നമ്മളുടെ വോളിയം ഗ്രാഫിനേക്കാൾ മുകളിൽ വോളിയം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമ്മൾ ഡബിൾ കൺഫർമേഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു 20 SMA 5 SMA ക്രോസ് ഓവർ വരുമ്പോൾ താഴെ വോളിയം ചാർട്ട് മുകളിലാണോ എന്ന് നോക്കാം. ഈ MACD ലൈൻ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയെങ്കിൽ ഇവിടെ നല്ലൊരു എക്സലൻറ്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്, കണ്ടോ, ക്രോസ് ചെയ്തു MACD ഏകദേശം ഈ ഒരു സമയത്ത് MACD ലൈൻ റെഡ് ലൈനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി. ഇവിടെ വോളിയം കൂടിയിട്ടുണ്ട്. ഇവിടെ 20 SMA 5 SMA 20 SMAനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. പ്രൈസും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഈ പഠിച്ച 5 SMA 20 SMA ക്രോസ് ഓവറും വോളിയവും MACDയും നിങ്ങളുടെ അപ്പ് സ്റ്റോക്കിൻ്റെ, ഇപ്പോൾ ഞാനിപ്പോൾ മൊബൈലിലാണ് ഉപയോഗിക്കുന്നത്, മൊബൈലിൽ തന്നെ നിങ്ങൾ പല സ്റ്റോക്കിനെയും വെച്ച് പല ദിവസവും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് എല്ലായ്പ്പോഴും ഒരു 95% അതിൽ കൂടുതൽ എപ്പോഴും ഇത് കറക്റ്റാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബിഗിനേഴ്സായ ആളുകൾ നിങ്ങൾക്ക് പുതിയ ടൂള് പഠിപ്പിക്കാനോ ഒക്കെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ എക്സ്പീരിയൻസിലൂടെ ആണ് പഠിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അപ്പോൾ ബിഗിനേഴ്സായ ആളുകൾ ഈ ഒരു ടൂൾ, അറ്റ്ലീസ്റ്റ് ഈ ഒരു 3 പവർഫുൾ ടൂള് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നഷ്ടം വരാതെ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.